റഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, എക്സ്പെറൻസ കലാസാഹിത്യവേദിയിൽ എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഉത്ബോധനം ചെയ്യാൻ കിട്ടിയ വിഷയം എന്നുള്ളത് നിയോ ഫാഷിസം ആഗോള മാധ്യമങ്ങളെ വലതുപക്ഷത്തെ പിന്താങ്ങുന്നു എന്നുള്ളതാണ്. നിയോ ഫാഷിസം എന്നത് ഒരു നാടോടി ഫാഷിസത്തിന്റെ പുനർജീവനമാണ്. നിയോ ഫാഷിസം എന്നു വെച്ചാൽ നിയോ ഫാഷിസത്തിന്റെ ഇന്ന് ആഗോളതലത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ വിഷയം എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് 20-ാം നൂറ്റാണ്ടിൽ അവിടുന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അക്കാലഘട്ടങ്ങളിൽ ഏറ്റവും ജനങ്ങൾക്ക് മുമ്പിലായിട്ട് വളരെ ക്രൂരമായി കൊണ്ട് അവിടുന്ന് ഭരണ സിസ്റ്റമുകളെയും അതുപോലെ തന്നെ ആശയങ്ങളെയും മൂർച്ചയേറിയ ആശയങ്ങളോടെയായിട്ട് ആഗോളതലത്തിൽ നോക്കിയാൽ നമുക്കേവർക്കും അറിയുന്ന ടെനിറ്റോ മുസോളിനിയുടെ അത്തരത്തിലേക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് അതിന് സമാനമായിട്ട് നിയോ ഫാഷിസം എന്നു വെച്ചാൽ പുതിയ ഫാഷിസ രീതി എന്നാണ്. അതായത് മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതിനോട് സമമായിക്കൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫാഷിസം. ഏതെന്ന് വെച്ചാൽ നമുക്ക് ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നിയോ ഫാഷിസം എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാം, ലോകത്ത് വിവിധ എത്രയോ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെയും ഈ നിയോ ഫാഷിസം എന്നുള്ള അരങ്ങേറുന്ന ഈ ഫാഷിസം, തീവ്ര ഫാഷിസം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഇതിന് എതിരായിക്കൊണ്ട് മാധ്യമങ്ങൾ, അതായത് നമുക്കറിയാം, ഇന്നും എത്രയോ വർഷങ്ങളോളമായിട്ട് ഇസ്രായേലും ഫലസ്തീനും അവിടുന്ന് യുദ്ധം ചെയ്യുകയാണ്. അവിടുന്ന് ഫലസ്തീനെ എത്രയോ ജനങ്ങൾ, എത്രയോ കുഞ്ഞുമക്കൾ അവിടുന്ന് മരിച്ചു വീഴുകയാണ്. പക്ഷേ ഈ ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന ആളുകളുടെയൊക്കെയും കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് വാർത്താ മാധ്യമങ്ങൾ, അതായത് മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. പക്ഷേ അതിനെയൊക്കെയും മറച്ചു വെച്ചുകൊണ്ട് ആ മാധ്യമങ്ങൾ ആ ഒരു രാജ്യത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് വലതുപക്ഷത്തെ അവിടുന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിന്റെ കണക്ക് കൂട്ടലുകൾ പൂർണ്ണമായും പുറത്തുവിടാതെ പോകുന്നു. അത്തരത്തിൽ നോക്കിയാൽ ഇസ്ലാമിക പരമായിട്ട് അല്ലെങ്കിൽ ഏതൊരു വലതുപക്ഷത്ത് നിന്നുകൊണ്ട് മാധ്യമങ്ങൾ അവിടുന്ന് വലതുപക്ഷത്ത് നിന്നുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിങ്ങളും ഉൾക്കൊള്ളുന്നത്. ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിയോ ഫാഷിസത്തിന്റെ ഉദാഹരണങ്ങൾ, തെളിവുകൾ എത്രയോ പറഞ്ഞ് എടുക്കാനുണ്ട്. ഏതെന്ന് വെച്ചാൽ ഈ അടുത്ത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അവിടുന്ന് ഒരു സ്കൂളില് ഒരു അധ്യാപിക ഒരു കുട്ടിയെ, മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു കുട്ടിയെ അവിടുന്ന് എല്ലാ കുട്ടികളെയും കൊണ്ട് അടിക്കുകയും അടിച്ചതിന് അവിടുന്ന് മീഡിയകളിലൂടെ പെട്ടെന്നൊന്നും പുറത്തു വിടാത്ത, അതുപോലെ തന്നെ കൂടുതൽ കൂടുതലായിട്ട് വാർത്തകൾ ചർച്ചയാക്കാത്ത രീതിയിലായിട്ട് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നോക്കിയാൽ നിയോ ഫാഷിസത്തിന്റെ രൂപം ചെന്ന് നോക്കിയാൽ NRC, അതായത് നമ്മുടെ രാജ്യം എന്നുള്ളത് ഒരുപാട് മതങ്ങളും ആചാരങ്ങളുമോട് കൂടി കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരുപാട് ഉള്ള ഒരു രാജ്യമാണ്. എന്നാൽ ഒരു ന്യൂനപക്ഷ സമുദായത്തിന് നേരെ ആഞ്ഞടിച്ചുകൊണ്ട്, അതായത് NRC പോലെയുള്ള ഒരു സമുദായത്തിന് നേരെ പരാക്രമം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുകയുണ്ടായി. അരാജകത്വത്തിന്റെ വിളവെടുപ്പ് നടത്തുന്ന ഇന്നത്തെ രാഷ്ട്രീയ കക്ഷികൾ അവിടുന്ന് നിയോ ഫാഷിസത്തിന്റെ മുൻകാലങ്ങളിലുണ്ടായ രീതികൾ ഇന്ന് തിരഞ്ഞെടുക്കുകയാണ്. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ
മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, എത്രയോ മുസ്ലിങ്ങൾ അവിടെ താമസിക്കുന്ന ചേരി പ്രദേശങ്ങളില് അവിടുന്ന് ബുൾഡോസറുകളെ കൊണ്ട് ഇടിച്ച് തകർത്തുകയും അവിടുന്ന് കുടിലുകളെ എല്ലാം തകർത്ത് അടിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള തീവ്ര നിയോ ഫാസിസത്തിന്റെ ആശയം നമ്മുടെ രാജ്യത്തും നമ്മുടെ നാടുകളിലും നിലകൊള്ളുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെയും ഈ നിയോ ഫാഷിസത്തിനൊക്കെയും എതിരായിട്ട് നമുക്കെയും കൂടുതൽ മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്റെ വാക്കുകൾക്ക് ഞാൻ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എസ്പെറാൻസ 2024